നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണെന്ന് കോടതിക്ക് നിഗമനത്തിൽ എത്തേണ്ടി വരുമെന്നും മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങളുടെ വാദം പരിഗണിക്കാമെന്നുമാണ് കോടതി പറഞ്ഞത്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ ഭാര്യ സുലോചന നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണം. ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടിക്രമമെന്നും കോടതി പറഞ്ഞു. നിലവിൽ അന്വേഷണം നിർത്തിവെക്കാനോ നീട്ടിക്കൊണ്ടു പോകാനോ ആവില്ല. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജി പരിഗണിക്കുന്ന അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തിനാണ് പേടിയെന്ന് ഹർജിക്കാരനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു. നിലവിൽ അന്വേഷണത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ RDOയുടെ ഉത്തരവ് നിയമപരമല്ലെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചിരുന്നു. എന്നാൽ എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് കോടതി ചോദിച്ചു. സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ചതുകൊണ്ടാണ് പോലീസ് അന്വേഷിക്കുന്നതെന്നും ഒരാളുടെ മരണത്തിൽ സംശയമുണ്ടെങ്കിൽ അന്വേഷിക്കാനുള്ള അവകാശം പോലീസിനുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. എങ്ങനെ മരിച്ചുവെന്ന് പറയാൻ കുടുംബത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരണം എവിടെയാണ് അംഗീകരിച്ചതെന്നും ഇക്കാര്യത്തിൽ സംശയാസ്പദമായ സാഹചര്യമുണ്ടെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. സമാധി സ്ഥലം പൊളിക്കാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടർ, RDO, പോലീസ് എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി നൽകിയത്. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. തിരുവനന്തപുരം വഴിമുക്കിൽ ഗോപൻ സ്വാമി എന്നയാളുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയാണ്. സമാധിയായെന്ന് അവകാശപ്പെട്ട് സ്വാമിയുടെ മൃതദേഹം മക്കൾ രഹസ്യമായാണ് സംസ്കരിച്ചത്. വിവരം പുറത്തറിഞ്ഞതോടെ ദുരൂഹതയാരോപിച്ച് നാട്ടുകാരും രംഗത്തെത്തി. അയൽവാസിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് കല്ലറ പൊളിച്ച് മൃതദേഹം പരിശോധിക്കാൻ കളക്ടറുടെ അനുമതി തേടി. അനുമതി ലഭിച്ച പോലീസ് സംഘം സ്ഥലത്തെത്തിയപ്പോഴാണ് പ്രതിരോധമുണ്ടായത്. ശനിയാഴ്ച രാവിലെയാണ് 78 വയസ്സുകാരനായ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി മരിച്ചത് എന്നാണ് മകൻ സനന്ദൻ പറഞ്ഞത്. മക്കളായ സനന്ദനും രാജസേനനും ചേർന്നാണ് വീടിനടുത്ത് സംസ്കാരം നടത്തി അവിടെ സമാധി മണ്ഡപം സ്ഥാപിച്ചത്. സ്വാമിയെ കാണാനില്ലെന്ന അയൽവാസിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. തുടർന്ന് സ്വാമിയുടെ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുക്കാൻ ഇതിനായി പോലീസ് കളക്ടറുടെ അനുമതിയും തേടിയിരുന്നു. കല്ലറ പൊളിക്കാൻ പോലീസ് എത്തിയതോടെയായിരുന്നു കല്ലറയ്ക്ക് മുന്നിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും ബന്ധുക്കളും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പോലീസ് നടപടി ഏകപക്ഷീയമാണെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. ബഹളമായതോടെയാണ് കല്ലറ പൊളിക്കൽ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. ബന്ധുക്കളുടെ ഭാഗം കൂടി കേൾക്കുമെന്നും സബ് കളക്ടർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പിന്നീട് നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ തൽക്കാലം പൊളിക്കില്ലെന്ന് തീരുമാനമായിരുന്നു. പൊളിക്കുന്ന തീയതി അടുത്ത ദിവസം തീരുമാനിക്കുമെന്നും സബ് കളക്ടർ OV ആൽഫ്രഡ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കല്ലറ പൊളിക്കുന്നതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് കുടുംബം അറിയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി എത്തിയത്.